ഇത് വളരെ ആഴമായി പ്രാർത്ഥിക്കേണ്ടതായ ഒരു വിഷയം കൂടെയാണ്. എപ്പോഴും പൈശാചിക മേഖലയ്ക്ക് ശത്രുതയുള്ളത് ദൈവിക സംവിധാനങ്ങളോടാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടുമാണ്. ഈ ദുഷ്ടാത്മ സേനയ്ക്ക്, ഈ പൈശാചികമായ വാഴ്ചകൾക്ക്, പൈശാചികമായ അധികാരങ്ങൾക്ക് എപ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ദൈവിക സംവിധാനങ്ങളാണ്. ഈ ഭൂമിയിൽ ദൈവത്താൽ സ്ഥാപിതമായ, ദൈവകരത്താൽ സ്ഥാപിതമായ, ദൈവം എന്റേത് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് വിശുദ്ധ തിരുവെഴുത്തുകളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നതായ വിശുദ്ധ വിവാഹം അഥവാ കുടുംബം എന്ന സംവിധാനമാണ്. ഈ ഭൂമിയിൽ ആദ്യത്തെ കുടുംബത്തെ എഴുന്നേൽപ്പിച്ചത്, ആദ്യത്തെ വിവാഹം നടത്തിയത്, നിങ്ങളുടെ ഭാഷയിൽ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആദ്യത്തെ കല്യാണം നടത്തിയത് അച്ഛനല്ല, തിരുമേനിയല്ല, പാസ്റ്റർ അല്ല, ചെമ്മാച്ചനല്ല, ബ്രദർ അല്ല. ഈ ഭൂമിയിലെ ആദ്യത്തെ വിവാഹം നടത്തിയ കാർമികൻ സർവശക്തനായ ദൈവമാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, നന്നല്ല എന്ന് ദൈവം കണ്ടു. ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതായിരുന്നു. ദൈവം തിന്മയായതൊന്നും ഈ ഭൂമിയിൽ സൃഷ്ടിച്ചില്ല. ദൈവം ഒരു കാര്യവും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളത് ഈ ഭൂമിയിൽ ഉണ്ടാക്കിയില്ല. അല്ലെങ്കിൽ എന്താ പറയുന്നേ, മ്ലേച്ഛമായതോ തിന്മയായതോ ഉപയോഗശൂന്യമായതോ വേണ്ടാത്തതോ ആയ യാതൊരു കാര്യങ്ങളും ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചില്ല. അവൻ സൃഷ്ടിച്ചതും ചമച്ചതും വിളിച്ചു വരുത്തിയതുമെല്ലാം ഏറ്റവും നല്ലതായിരുന്നു, നന്മയായിരുന്നു, ശ്രേഷ്ഠമായിരുന്നു. എന്നാൽ എല്ലാം നല്ലതെന്ന് കണ്ട ദൈവം ഒരു കാര്യം മാത്രം നന്നായി നല്ലതെന്ന് കണ്ടില്ല. അത് മനുഷ്യൻ ഏകനായിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആദം ഒറ്റയ്ക്കിരിക്കുന്നത്, ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് ദൈവം മനസ്സിലാക്കി. അതുകൊണ്ട് ദൈവം തന്റെ ഹൃദയത്തിൽ തന്നെ തീരുമാനിക്കുകയാണ്, ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും. അവനൊരു ഗാഢനിദ്ര വരുത്തി അവന്റെ വാരിയലിൽ നിന്നൊന്നെടുത്ത് ദൈവം അവന്റെ ഭാര്യയെ, അവന്റെ മണവാട്ടിയെ തന്റെ കരങ്ങളാൽ സൃഷ്ടിച്ചു. രണ്ടുപേരിലും ജീവശ്വാസമൂതി അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. മനുഷ്യനെ തന്റെ ഭാര്യയോട് കൂട്ടിച്ചേർത്തു. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് വിളിച്ചു പറഞ്ഞു പരീശന്മാരോട്, ഏതു കാരണം ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചപ്പോൾ, ആദിയിൽ അവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. ഇനി മേലാൽ അവർ രണ്ടും രണ്ടല്ല ഒന്നത്രേ എന്ന് ബൈബിൾ വ്യക്തമാക്കി. ഞാൻ ചോദിക്കട്ടെ, ഈ കുടുംബം എന്ന സംവിധാനത്തെ ഉണ്ടാക്കിയത്, കുടുംബം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമുള്ള, വാല്യുള്ള, ഏറ്റവും മനോഹരമായ ഈ കാര്യത്തെ ഭൂമിയിൽ ചമച്ചത്, പണിതുയർത്തിയത് ദൈവത്തിന്റെ കരമല്ലേ? ആണോ? എന്റെ ചോദ്യം, ഇന്ന് പൈശാചിക ലോകം ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത്, മാധ്യമങ്ങളിലൂടെ നോക്കുമ്പോൾ, വാർത്തകളിലൂടെ നോക്കുമ്പോൾ, പത്രവാർത്തകളിൽ, ചാനലുകളിൽ, സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ നാം കാണുമ്പോൾ ഏറ്റവും കൂടുതൽ പൈശാചിക മേഖല ആക്രമിക്കുന്നത്, തകർക്കുന്നത്, തകർക്കാൻ ശ്രമിക്കുന്നത്, ഐക്യത നഷ്ടപ്പെടുത്തുന്നത്, സ്നേഹമില്ലാതാക്കുന്നത്, ബന്ധങ്ങളെ ശിഥിലമാക്കുന്നത് കുടുംബം എന്ന വ്യവസ്ഥയോടല്ലേ? എന്താണ് അതിന്റെ കാരണമെന്നറിയാമോ? കുടുംബം ദൈവത്തിന്റെ സ്വപ്നമാണ്. കുടുംബം ദൈവത്തിന്റെ സംവിധാനമാണ്. അവൻ സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ ദൈവമാണ്. രണ്ടാമതായി, ദൈവത്താൽ സ്ഥാപിതമായ, ദൈവം എന്റേത് എന്ന് പറഞ്ഞ മറ്റൊരു സംവിധാനമാണ് ദൈവത്തിന്റെ സഭ. ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്ത് യേശു നിൽക്കുമ്പോൾ ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് ചോദിക്കുമ്പോൾ ചിലർ ഏലിയാവെന്നും ചിലർ സ്നാപക യോഹന്നാനെന്നും
ചിലർ ഇരമ്യാവെന്നും വിളംബരം ചെയ്യുമ്പോൾ, വിളിച്ചു പറയുമ്പോൾ, യേശു കർത്താവ് പത്രോസിനെ നോക്കി ചോദിച്ചു, ശിഷ്യന്മാരെ നോക്കി ചോദിച്ചു, നിങ്ങളോ ഞാൻ ആരെന്ന് പറയുന്നു? യേശുവിനെ നോക്കി പത്രോസ് പറയുകയാണ്, അല്ലെങ്കിൽ കർത്താവിനെ നോക്കി കൂട്ടത്തിൽ നിന്ന് പത്രോസ് ഇറങ്ങി വന്ന് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവാകുന്നു. ആ സമയത്ത് ആ ശിഷ്യനെ നോക്കി യേശു പറഞ്ഞു, ബെറയോന ശിമോനെ, നീ അനുഗ്രഹീതനാണ്, നീ ഭാഗ്യവാനാണ്. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. എന്നിട്ട് അവനെ നോക്കി യേശു പറയുകയാണ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് പത്രോസിനോട് പറഞ്ഞ കർത്താവ്, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടുമെന്ന് ഉറപ്പ് നൽകിയ കർത്താവ്, എന്തും തുറക്കുവാനും എന്തും അഴിക്കുവാനുമുള്ള അധികാരത്തിന്റെ താക്കോൽ ആത്മതലത്തിൽ നിന്ന് അഖിലാണ്ടത്തിന്റെ ഉടയവൻ അവന് കൈമാറ്റം ചെയ്യുമ്പോൾ, ഒരു കാര്യം മാത്രം കൈമാറ്റം ചെയ്തില്ല, ഒരു കാര്യം മാത്രം പത്രോസിന്റെ കയ്യിൽ കൊടുത്തില്ല, അത് സഭ എന്ന സംവിധാനമാണ്. യേശു പറഞ്ഞു, പത്രോസേ, അത് നിനക്ക് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം പാതാള ഗോപുരങ്ങൾക്ക് എതിർപ്പുള്ള പൈശാചിക ലോകത്തിന്റെ ഏറ്റവും ശക്തമേറിയ എതിർപ്പുകൾ വെളിപ്പെട്ടു നിൽക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് നീ കൂടെ നിന്നാൽ മതി, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല. ഇനി പ്രബുദ്ധരായ മലയാളി സമൂഹത്തോട്, ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ദൈവമക്കളോട്, സ്നേഹാദരവുകളോട് ചോദിക്കട്ടെ. കേരളത്തെ പഠിച്ചാൽ, ഭാരതത്തെ നോക്കിയാൽ, ലോകത്തെ നോക്കിയാൽ, അല്പമെങ്കിലും ലോകപരിചയമുള്ള, അല്പമെങ്കിലും ലോകത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മാനുഷിക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ ചോദിക്കട്ടെ, ഈ രണ്ട് സംവിധാനങ്ങളോടല്ലേ കാലങ്ങളായി, കൊല്ലങ്ങളായി, വർഷങ്ങളായി പൈശാചിക ലോകത്തിന് എതിർപ്പുള്ളത്? സഭകൾ തമ്മിലുണ്ടാകുന്ന ഭിന്നതകൾ, തമ്മിലടികൾ, അനൈക്യതകൾ, വഴക്കുകൾ, ശരിക്കും സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകേണ്ട, മനുഷ്യർക്കും പോലീസുകാർക്കും നാട്ടുകാർക്കും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ട സഭയുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ പോലീസ് അധികാരികൾ പോലും രംഗത്തിറങ്ങത്തക്ക നിലകളിൽ വിഷയങ്ങൾ ഉണ്ടാക്കുന്നതിന് പിറകിൽ അച്ഛനോ തിരുമേനിയോ പാസ്റ്ററോ അല്ല, പാതാള ഗോപുരത്തിന്റെ ശക്തികളാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയണം. അപ്പോൾ ഈ രണ്ട് സംവിധാനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതായ, അതിനെ ചേർത്ത് പിടിക്കേണ്ടതായ ഒരു ദൗത്യം, ഒരു ഉത്തരവാദിത്വം യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ട, വിളിക്കപ്പെട്ട ദൈവമക്കൾക്കുണ്ട് എന്ന സത്യത്തെ മറന്നുപോകരുത്. നിങ്ങൾ പോലും അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ അധരത്തിൽ നിന്നും നിങ്ങളെ കൊണ്ട്, നിങ്ങളുടെ നാക്കുകൊണ്ട് കുറ്റം പറയാൻ, സഭയ്ക്കെതിരായി സംസാരിക്കാൻ, അഭിഷിക്തന്മാർക്കെതിരായി സംസാരിക്കാൻ, ദൈവസഭയുടെ സംവിധാനങ്ങൾക്ക് എതിരായി സംസാരിക്കാൻ നിന്റെ അധരത്തെ പോലും പിശാച് കയ്യിലെടുക്കുന്നെങ്കിൽ പുറത്തുള്ളവൻ എത്രയധികമെന്ന് നീ തിരിച്ചറിയണം. അതുകൊണ്ട് ഇതിനെ നിസ്സാരവൽക്കരിക്കരുത്. പ്രധാനമായി കാണേണ്ടതിനെ ഇമ്പോർട്ടന്റായി കാണുവാനും, നിസ്സാരമായി കാണേണ്ടതിനെ നിസ്സാരമായി കാണുവാനും, ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊള്ളുവാനും, തിരസ്കരിക്കേണ്ടതിനെ തിരസ്കരിക്കുവാനും ഒരു ദൈവവൈതലിന് കഴിഞ്ഞാൽ അവന്റെ ആത്മീക ജീവിതം അവിടെ വിജയിക്കുകയാണ്. എന്റെ ചങ്കാണേ എന്ന് നമ്മൾ ഇന്ന് പാടി. അപ്പോസ്തലനായ പൗലോസ്ലീഹ അപ്പോസ്തല പ്രവർത്തികളിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, യേശു തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിന്റെ സഭയും ആട്ടിൻകൂട്ടവും. ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യർക്കും
വഴിയിൽ യാചിക്കുന്ന, ഭിക്ഷാടനം നടത്തുന്ന ഒരു ഭിക്ഷക്കാരന് വരെ അല്പമായ സമ്പാദ്യങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഭക്ഷിക്കുന്നത്, വസ്ത്രം ധരിക്കുന്നത്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്, ജീവിതം നയിക്കുന്നത് നിങ്ങളെ ദൈവം വിവിധ നിലകളിൽ കരുതുന്ന കാരണം കൊണ്ടാണ്. എന്നാൽ ഇവിടെ ഇരുന്നു കൊണ്ട് യേശു കർത്താവെ 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ വന്ന് ജനിച്ച് ജീവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത അങ്ങയുടെ ജീവിതം 33.5 കൊല്ലം ഈ ഭൂമിയിൽ ത്യാഗം സഹിച്ച് കഷ്ടത അനുഭവിച്ച് അങ്ങ് നേടിയെടുത്തത് ചങ്കിലെ ചോര കൊണ്ട് വിലാപ്പുറത്തുനിന്നൊഴുകിയ രക്തം കൊണ്ട് അങ്ങ് സമ്പാദിച്ചത് എന്ത് എന്ന് ചോദിച്ചാൽ വിശുദ്ധ തിരുവെഴുത്തുകൾ തരുന്ന ഉത്തരം അവന്റെ സഭയാണ്, അവന്റെ ജനമാണ്. അതുകൊണ്ട് ദൈവം പ്രാധാന്യത കൊടുക്കുന്നതിന് ഞാൻ പ്രാധാന്യത കൊടുക്കുന്നു. ദൈവം വിലയേറിയതായി കാണുന്നതിനെ, ഈ വിശുദ്ധ ബൈബിൾ വിലയേറിയതായി പഠിപ്പിക്കുന്നതിനെ ഞാനും വിലയേറിയതായി തന്നെ കാണുന്നു. അതിനെ അങ്ങനെ തന്നെ നിങ്ങൾക്കും കാണാൻ കഴിഞ്ഞാൽ അടിവരയിട്ട് വിളിക്കാം, നീ ഒരു ആത്മീയനാണ് എന്ന്. ഒരു യാഥാർത്ഥ്യം എന്റെ പ്രിയ മക്കളോട് എന്നതുപോലെ ഞാൻ പറയുന്നു. കർത്താവിന് വേണ്ടിയോ കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടിയോ നിങ്ങളൊരു കുഞ്ഞു വിരലെങ്കിലും അനക്കിയിട്ടുണ്ടെങ്കിൽ സഭയുടെ ഉടമസ്ഥൻ ടിനു ജോർജ് അല്ല. സഭയുടെ ഉടമസ്ഥൻ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സൂപ്രണ്ട് അല്ല. സഭയുടെ ഉടമസ്ഥൻ IPCയുടെ സൂപ്രണ്ട് അല്ല, അല്ലെങ്കിൽ അതിനകത്ത് സെക്രട്ടറി അല്ല. ഈ ലോകത്തിലെ ഒരു മത മേലധ്യക്ഷന്മാരുമല്ല. സഭയുടെ ഉടമസ്ഥൻ ഈ ഭൂമിയിൽ കാണുന്ന ഒരു വ്യക്തിത്വമല്ല. സഭയുടെ ഉടമസ്ഥൻ സഭയ്ക്ക് വേണ്ടി ജീവനെ തന്ന് രക്തത്താൽ വീണ്ടെടുത്ത സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ഈ രണ്ട് പ്രധാനമായ വിഷയങ്ങളിൽ പ്രാർത്ഥന കുറഞ്ഞു പോകരുത്. കാരണം നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ദൈവസഭകൾക്കെതിരെയും കുടുംബങ്ങൾക്കെതിരെയും പൈശാചിക ലോകം 24/7 365 ഡേയ്സ് അവൻ വർക്കിങ്ങിലാണ്. ഒരിമ പോലും അടയാതെ കർത്താവ് നിർത്തിയിരിക്കുന്നത് കൊണ്ടും അവൻ നമ്മളെ നോക്കുന്നത് കൊണ്ടും ഒരു പറ്റം ദൈവജനം ഈ സത്യം മനസ്സിലാക്കി ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടും ദൈവിക വാഗ്ദത്തങ്ങൾ ഒരു നിക്ഷേപമായി കലവറയിൽ നിലകൊള്ളുന്നത് കൊണ്ടും സ്വർഗം നമ്മളെ നടത്തുകയാണ്. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്ത് പറയണം, കൈത്താങ്ങലുകൾ ആവശ്യമാണ്. ഇപ്പുറത്തിരിക്കുന്ന ആളിനോട് പറയണം, ദൈവം തളർത്തുന്നവനല്ല താങ്ങുന്നവനാണ്. ദൈവം തളർത്തുന്ന, ഒന്നുകൂടെ പറയണം, ദൈവം തളർത്തുന്നവനല്ല താങ്ങുന്നവനാണ്. അവന്റെ മക്കളുമാര് ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി കാണിച്ചേ. ഇനി ഞാൻ നിങ്ങളോട് പറയാം, അതേ സ്വഭാവം നിങ്ങളും കാണിക്കണം. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് താഴ്വരയിൽ അതിശക്തമായ യുദ്ധം ജോഷുവയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ആ സന്ദർഭത്തിൽ വിശുദ്ധ തിരുവെഴുത്തുകളിൽ പറയുന്നുണ്ട്, മോശയോട് ദൈവം അറിയിച്ചു, മോശെ നിന്റെ കൈ ഉയർത്തിപ്പിടിക്കണം. എപ്പോഴും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്ന ചില ഫിസിക്കലായ ഒബീഡിയൻസുകൾ, ശാരീരികമായ അനുസരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ കൊണ്ടുവരും. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അതെന്താ ഉദ്ദേശിച്ചത് എന്ന്. കൈ ഉയർത്തിപ്പിടിക്കാൻ പറഞ്ഞത് മോശയോടാണ്. കൈ ഉയർത്തേണ്ടത് മോശയാണ്. വെല്ലോനും കൈ ഉയർത്തിപ്പിടിച്ചാൽ പറ്റുകയില്ല,
മോശയോട് കൈ ഉയർത്താൻ പറഞ്ഞെങ്കിൽ മോശ തന്നെ കൈ ഉയർത്തണം. അതൊരു ഫിസിക്കൽ ഒബീഡിയൻസ് ആണ്, ശാരീരികമായി കാണിക്കുന്ന അനുസരണം. കാരണം ശരീരത്തിന്റെ ഭാഗമാണ് കൈ എന്ന് പറയുന്നത്. എന്നാൽ ഒരു സന്ദർഭത്തിൽ ഈ മോശയുടെ കരം മണിക്കൂറുകൾ ഉയർത്തിപ്പിടിച്ച് ആ കൈ കിഴയ്ക്കുമ്പോൾ ഇസ്രായേൽ ജനം പതുക്കെ പരാജയപ്പെടാൻ തുടങ്ങി. അമാലിയോക്യർ ശക്തി പ്രാപിക്കാൻ തുടങ്ങി. താഴ്വരയിൽ നിന്ന് മുൻനിരയിൽ നിന്ന് പടവെട്ടി പോരാടുന്ന ജോഷുവ കൂടെ കൂടെ തിരിഞ്ഞു നോക്കുന്നുണ്ട്, മോശയുടെ കൈ ഉയർന്നു തന്നെ ഇരിക്കുകയാണോന്ന്. കാരണം കായിക ബലം കൊണ്ടല്ല ഈ യുദ്ധം ജയിക്കേണ്ടത്, ഇത് ആത്മതലത്തിലെ യുദ്ധമാണ്. ഇസ്രായേൽ ജനത്തിന്റെ വീറും വാശിയും ഊരും കുറയുമ്പോൾ ജോഷുവായ്ക്ക് മനസ്സിലായി എവിടെയോ മോശയുടെ കരം കിഴയ്ക്കുന്നുണ്ട് എന്ന്. ആ ഫിസിക്കൽ ഒബീഡിയൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ കാര്യത്തിനകത്തും. ഞാൻ അടുത്ത വിഷയത്തിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടെ ഗൗരവമായി പഠിപ്പിക്കും. അവിടെ അഹരോനും ഹൂരും രണ്ടുപേർ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് മോശയുടെ കരം താങ്ങിപ്പിടിച്ചു. കൈ കൊടുത്ത് പറയുക, കൈത്താങ്ങൽ. ആ കരം താങ്ങിപ്പിടിച്ചതിൽ ഒരു വ്യക്തിയാണ് ഹൂര് എന്ന് പറയുന്നത്. ചരിത്രങ്ങൾ പലത് പിന്നിടുമ്പോൾ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിന്റെ 30-ാമത്തെയും 33-ാമത്തെയും വാക്യം വായിക്കുമ്പോൾ നോക്കുവിൻ, യഹോവ യഹൂദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബസലേലിനെ പോർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് കാണുന്നു. പുറപ്പാട് 35-30 വാക്യം. നോക്കുവിൻ, യഹോവ യഹൂദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബസലേലിനെ പോർ ചൊല്ലി വിളിച്ചു. ദൈവം ആരെയാണ് പോർ ചൊല്ലി വിളിച്ചത്? ഹൂരിന്റെ കൊച്ചുമകനെ. ആരാണ് ഹൂര്? മോശയുടെ കൈ താങ്ങിയ മനുഷ്യൻ. എന്തായിരുന്നു ബസലേലിന്റെ പ്രത്യേകത? 33-ാം വാക്യത്തിൽ ബസലേലിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ ദിവ്യാത്മാവിനാൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരുന്നു. എത്ര ശക്തമേറിയ ഒരു വാക്കാണെന്നറിയാതെ. ദിവ്യാത്മാവിനാൽ. That is not a normal spirit, that is a divine spirit. ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് അവനെ നിറച്ചു. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ സങ്കൽപ്പിച്ചുണ്ടാക്കുന്നവനായിരുന്നു സകലവും. ബസലേലിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. അവൻ സങ്കൽപ്പിക്കുന്നത്, അവൻ ഇമാജിൻ ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യപ്പെടുവായിരുന്നു. ഒന്ന് ഓർത്തു നോക്കിയേ മക്കളെ, യൗവനക്കാരെ, സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട ആത്മീക മക്കളെ, നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. നിങ്ങളുടെ മക്കളുമാർ, നിങ്ങളുടെ തലമുറകൾ ദിവ്യാത്മാവിനാൽ നിറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? ആർക്കുമില്ലാത്ത ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യങ്ങളുമുള്ള നല്ല കുഞ്ഞുങ്ങളാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? അവരുടെ മൈൻഡിൽ അവർക്ക് ഇമാജിൻ ക്രിയേറ്റിവിറ്റി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബസലേലിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിരുന്നു. സമാഗമന കൂടാരം പണിയാൻ ആ സമാഗമന കൂടാരത്തിന്റെ പടം വരച്ച ആർക്കിടെക്ട് ബസലേലാണ്. എന്താ സമാഗമന കൂടാരം? ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയ, ദൈവമഹത്വത്തിന്റെ നടുവിൽ പുരോഹിതന്മാർക്ക് നിന്ന് ശുശ്രൂഷ ചെയ്യുവാൻ കഴിയാത്ത നിലകളിൽ ദൈവത്തിന്റെ ഗ്ലോറി മേഘം ഇറങ്ങി വന്ന സ്ഥലം. ദൈവം തന്റെ ജനത്തോട് സംസാരിച്ച ഇടം, ദൈവം മോശയോട് അഭിമുഖമായി സംസാരിച്ച ഇടം.
ഈ നിലകളിൽ ദൈവം ഇറങ്ങി വന്ന സമാഗമന കൂടാരം, ചർച്ച്. എന്നെ നോക്കണം, തല ഉയർത്തി പിടിച്ചു നോക്കണം. ഇന്ന് തല കുനിക്കരുത്, അടുത്ത ആഴ്ച കുനിച്ചോ. ഇന്ന് തല ഉയർത്തി പിടിക്കണം. കാരണം ഇന്ന് വേർഡിനകത്തുനിന്ന് ഒരു പ്രൊഫറ്റിക് ഇവിടെ റിലീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സമാഗമന കൂടാരം പണിയുക എന്ന് പറഞ്ഞ എന്താ? ദൈവത്തിന് ഇറങ്ങി വരാനുള്ള ആലയം പണിതു. അത് ദൈവം പറഞ്ഞ അളവിൽ, ദൈവം പറഞ്ഞ നിലയിൽ. വിളക്കിരിക്കേണ്ടടുത്ത് വിളക്ക്, തിരശീല വരേണ്ടടുത്ത് തിരശീല, നിയമപ്പെട്ടകം വരേണ്ടടുത്ത് നിയമപ്പെട്ടകം. കൃത്യമായ അളവിലും അനുപാതത്തിലും വ്യക്തതയോടെ ഈ സമാഗമന കൂടാരം വരച്ച് എഴുതി കുറിച്ച് പണിയാൻ മുഴുവൻ ഡീറ്റെയിൽസ് മുമ്പിൽ വെച്ച് കൂടെ നിന്ന ആർക്കിടെക്ചർ കോൺട്രാക്ടറാണ് ബെസലേൽ. ബെസലേൽ പിതാക്കന്മാർ അഭിഷിക്തന്മാരുടെ കൈ താങ്ങിയപ്പോൾ തന്റെ അപ്പന്റെ അപ്പനായ ഹൂര്, ദൈവത്തിന്റെ പ്രവാചകനും ദൈവത്തിന്റെ അഭിഷിക്തനുമായ മോശയ്ക്കൊരു കൈത്താങ്ങലായി നിന്നപ്പോൾ അടുത്ത ജനറേഷനെ മഹത്വം ഇറങ്ങുന്ന ആലയം പണിയാൻ ദൈവം ഉപയോഗിച്ചു. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണം, എന്റെ തലമുറ നശിച്ചു പോകരുത് എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് വേണ്ടി നീ ചുവട് വെക്കുക, നിലകൊള്ളുക, കൈത്താങ്ങലാകുക, കൈത്താങ്ങലാകുക, കൈത്താങ്ങലാകുക. ഈ നമ്മുടെയൊക്കെ നാട്ടില് കർത്താവിൽ പ്രസിദ്ധനായ ദൈവദാസൻ പോൾ ദിനകരൻ, കർത്താവിൽ പ്രസിദ്ധനായ ദൈവദാസൻ ഇന്നയാള് പ്രസംഗിക്കുന്നു എന്നൊക്കെ നമ്മുടെയൊക്കെ നോട്ടീസിൽ, പോസ്റ്ററുകളിൽ, സാധാരണ നിലകളിൽ കാണുന്ന ഒരു വാക്കാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഒരാളെ കുറിച്ച് സ്വർഗത്തിലും ഭൂമിയിലും എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന തിരുവെഴുത്തുകൾക്കകത്ത് ഒരാളെ കുറിച്ച് അവൻ കർത്താവിൽ പ്രസിദ്ധനായിരുന്നു എന്ന് എഴുതി വച്ചിട്ടുണ്ട്. അത് റൂഫസ് എന്ന് പറയുന്ന മനുഷ്യനാണ്. റോമർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലാണ് ആ പരാമർശം. കർത്താവിൽ പ്രസിദ്ധനായ റൂഫസിനെയും എനിക്കും അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവീൻ. റൂഫസേ, നീ എങ്ങനെയാണ് കർത്താവിൽ പ്രസിദ്ധനായത്? നീ ആരുടെ മകനാണ്? നിന്റെ പിതാവാരാണ്? ഈ പിതൃത്വം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പന്മാരുടെ, അമ്മമാരുടെ എന്നല്ല, അപ്പന്മാരുടെ മേളിൽ കിടക്കുന്ന ശാപമാണ് അടുത്തടുത്ത തലമുറകളിലേക്ക് കടന്നു വരുന്നത്. പിതാക്കന്മാരുടെ അകൃത്യം മക്കളിലേക്ക്, പിതാക്കന്മാർ, അമ്മമാരെന്നല്ല. അതൊരു പുരുഷന്മാരെല്ലാം ഒന്ന് കൈ ഉയർത്തി പിടിച്ചേ. മര്യാദക്കൊക്കെ ജീവിച്ചോണം, പിള്ളേരെ ഓർത്ത്. സ്തോത്രം. എന്താണ് റൂഫസേ നീ പ്രസിദ്ധനായത്? നീ കർത്താവിൽ പ്രസിദ്ധനാകാൻ എന്താണ് കാരണം? വേറെ ആരെക്കുറിച്ചും ബൈബിളിൽ അങ്ങനെ ഒരു പരാമർശം ഇല്ലല്ലോ. കാരണമുണ്ട്. എന്റെ അനുഗ്രഹത്തിന്റെ താക്കോൽ എന്ന പുസ്തകത്തിൽ ഞാൻ എഴുതിയിരിക്കുന്ന ഒരു പരാമർശമുണ്ട്. അത് എൻ്റെ ജീവിതമാണ്, ഞാൻ കാണുന്ന കാര്യമാണ്, ഇന്ന് വരെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ചിലർ അനുഗ്രഹിക്കപ്പെടാനും ചിലർ അനുഗ്രഹിക്കപ്പെടാതിരിക്കാനും ദൈവത്തിന് ദൈവത്തിൻ്റെതായ ചില കാരണങ്ങളുണ്ട്. ഞാൻ ഇങ്ങേരെക്കായാലും ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണല്ലോ. ഞാൻ ഇങ്ങേരെക്കായാലും നല്ല എക്സ്ട്രാ ഡീസന്റ് ആയിട്ട് നിൽക്കുന്ന ആളാണല്ലോ.
പക്ഷെ എനിക്കെന്താണ് ഇങ്ങേർക്കുള്ള ഫേവർ എനിക്കുണ്ടാകാത്തത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടത് പാസ്റ്റർ അല്ല, അതിന് ഉത്തരം പറയേണ്ടത് വിശ്വാസിയല്ല, അതിന് ഉത്തരം പറയുന്നത് ദൈവമാണ്. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് ദയ തോന്നണമെന്നുള്ളവനോട് ദയ തോന്നുകയും ചെയ്യും. മർക്കോസ് 15:21 ഈ പിള്ളേരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അലക്സാണ്ടറിനെയും റൂഫസിന്റെയും അപ്പനായി. മർക്കോസ് 15:21 വായിക്കാം. അലക്സാണ്ടറിന്റെയും റൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ അവിടെ ക്രൂശ് ചുമക്കുവാൻ അവർ നിർബന്ധിച്ചു. തലയോടിടം എന്ന അർത്ഥമുള്ള ഗോൽഗോത്ത എന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി. അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും അപ്പനായി. ഈ പിള്ളേരുടെ പേരെന്തിനാ അവിടെ എഴുതിയ? ആ വ്യക്തി കുരിശ് ചുമന്ന ആളുടെ പേര് മാത്രം എഴുതിയാ പോരെ? ഈ പിള്ളേരുടെ പേരെന്തിനാ അവിടെ കൊണ്ടുവന്നായി? എന്നാ പിന്നെ പുള്ളിയുടെ ഭാര്യയുടെ പേരോട് എഴുതാൻ എന്താ? ഞാൻ ജനറേഷണൽ ബ്ലെസ്സിങ്ങിൽ വിശ്വസിക്കുന്ന ആളാണ്. ഹല്ലേലൂയ. കുറേനക്കാരനായ ശീമോൻ ആ വയലിൽ നിന്ന് ആ മനുഷ്യൻ കയറി വരുമ്പോൾ വളരെ പുച്ഛത്തോടെയും അപമാനത്തോടെയുമാണ് ആ മനുഷ്യനെ ആ സമൂഹം നോക്കിക്കണ്ടത്. അന്നത്തെ കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ ഒരു താണജാതിക്കാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ കുറേനക്കാർ എന്ന് പറയുന്നത്. എല്ലാവരും ആ കണ്ണോട് തന്നെയാണ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ക്രൂശ് താങ്ങാൻ കർത്താവിനെയും തന്റെ ശരീരത്തെയും ഒന്ന് സഹായിക്കാൻ കുറേനക്കാരനായ ശീമോൻ സഹായിച്ചത് കർത്താവായ യേശു ആ ആ ബോഡിയാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. ഈ കുരിശ് താങ്ങുന്നത് ശരീരമാണോ? ആണോ? അതെ. ലൈവിന്റെ സൗണ്ട് ഒന്ന് കട്ട് ചെയ്തവനെ ഒരു സെക്കൻഡില്. ഇന്നിവിടെ നിൽക്കുന്നത് ഗസ്റ്റ് പാസ്റ്റർ അല്ല. എന്റെ മക്കളുടെ മുമ്പിൽ ദൈവം അഭിഷേകം ചെയ്ത ഒരു മനുഷ്യനായ ശ്രദ്ധിച്ചു കേൾക്കുന്നോ? രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തരിക കർത്താവ്. ക്രൂശ് താങ്ങിയപ്പോ കുറേനക്കാരനായ ശീമോൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല തൻ്റെ ഒരു മകൻ ഗവർണർ ആകുമെന്നും അംബാസിഡർ ആകുമെന്നും മറ്റൊരു മനുഷ്യൻ കർത്താവിൽ പ്രസിദ്ധനാകുമെന്നും. അദ്ദേഹത്തിന്റെ ഭാര്യ കർത്താവിന്റെ വേലയിൽ അപ്പോസ്തലന്മാർക്ക് പ്രിയപ്പെട്ടവളായി തീരുമെന്നും ഒരിക്കലും ചിന്തിച്ചതല്ല. ദൈവവേലയ്ക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോ, കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി ചുമൽ താങ്ങുമ്പോ, അത് ജീവിതത്തിൽ ദൈവം നിനക്ക് അനുഗ്രഹിക്കപ്പെടാൻ തന്നൊരു ഒരു 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 അവസരമാണ്. കൈ കൊടുത്ത് പറഞ്ഞേ, നിനക്ക് രക്ഷപ്പെടാൻ തന്നൊരു അവസരമാണത്. ഒരു മനുഷ്യൻ കഴിഞ്ഞ ദിവസം അവിടെയെല്ലാം പറഞ്ഞു നടന്നു. സ്പിരിച്വൽ കവറിങ് എന്ന് പറയുന്നൊരു കാര്യമോ സഭ എന്ന് പറയുന്ന കാര്യമൊന്നും
അതൊന്നും വലിയ കാര്യമൊന്നുമല്ലെന്ന്. പക്ഷെ ആ മനുഷ്യൻ അങ്ങനെ ഒരാളായിരുന്നില്ല. അദ്ദേഹം സഭയോടും കർത്താവിനോടും തൻ്റെ രാജ്യത്തോടും വളരെ സ്നേഹമുള്ള വ്യക്തിത്വമായിരുന്നു. ഹല്ലേലൂയ. പ്രവാചകനായ യെശയ്യാവ് പറയുന്ന ഒരു വാക്കുണ്ട് മോനെ, ഇതാ ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ളൊരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത ജനത്തിന്റെ ഇടയിൽ വസിക്കുന്നു. ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ളവനായി തീർന്നതിന്റെ കാരണം ശുദ്ധിയില്ലാത്ത ആളുകളോടുകൂടെ ഞാൻ അസോസിയേറ്റ് ചെയ്തതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 3, 4, 5 വാക്യാണ് ഞാൻ ഈ പറഞ്ഞത്. എന്നെ ശ്രദ്ധിച്ച് കേട്ടാട്ടെ, ശ്രദ്ധിച്ച് തല ഉയർത്തി കേട്ടാട്ടെ. 5-6 ബുക്ക് എഴുതി തീർത്തില്ല, ഇനി കേക്ക്. അതൊക്കെ ഇരിപ്പുണ്ടല്ലോ അവിടെ. എന്നെ ശ്രദ്ധിച്ച് കേക്ക്, തല ഉയർത്തി. ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ളവനായി മാറിയതിന്റെ കാരണം എൻ്റെ റോങ് അസോസിയേഷൻ ആണ്. അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ ഞാൻ അസോസിയേറ്റ് ചെയ്ത് ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ളവനായി മാറി. അവിടുന്ന് പ്രവാചകൻ ഒരു തിരിച്ചുവരവ് നടത്തുകയാണ്. അവിടെ നിന്നുകൊണ്ട് ആ മനുഷ്യൻ പൊട്ടിക്കരയുകയാണ്. ആ അനുതാപത്തിന്റെ പ്രാർത്ഥനയുടെ ഏറ്റുപറച്ചിലിന്റെ നടുവിലാണ് സ്വർഗീയ മാലാഖ സാറാഫ് തീക്കനൽ സ്വർഗത്തിൽ നെടുത്തോണ്ട് വന്ന് അവന്റെ നാവിൽ തൊടിയിച്ചു. അപ്പൊ എന്റെ അടുക്കൽ ആ സഭയുടെ ശുശ്രൂഷകൻ എന്റെ അടുക്കൽ പറഞ്ഞു, ടിനു പാസ്റ്ററെ, അദ്ദേഹത്തെ ഒന്ന് കാര്യമായിട്ട് ഉപദേശിക്കണം. ഇപ്പൊ ഇതൊക്കെയാ പുള്ളി പറഞ്ഞുകൊണ്ട് നടക്കുന്നേ. അതുപോലെ തന്നെ പാസ്റ്ററിന് നിയോഗം ഉണ്ടെങ്കിൽ മീറ്റിംഗിൽ ഇതൊന്ന് പ്രസംഗിക്കുകയും വേണം. അപ്പൊ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, എൻ്റെ അടുത്ത് ഇന്ന സബ്ജക്റ്റ് ഒരാൾ പ്രസംഗിക്കാൻ പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കൂല. പരിശുദ്ധാത്മ പറയുന്നതേ പറയുള്ളൂ. അതൊരു പാട്ടാണെങ്കിൽ പോലും. ഹല്ലേലൂയ. കാശ് മേടിച്ച് നിനക്ക് പണിയെടുക്കാനിരിക്കുന്ന ആളല്ല കർത്താവിന്റെ ശുശ്രൂഷകൻ. ഞാൻ കർത്താവിന്റെ വേലക്കാരനാണ്. എന്റെ യജമാനൻ പറയുന്നതാണ് എനിക്ക് അനുസരിക്കാനുള്ളത്. ഇന്ന് വരെ അങ്ങനെ തന്നെയാ. ഞാൻ ഈ ദൈവദാസനോട് ചോദിച്ചു, കർത്താവിന്റെ ദാസനെ, ഇദ്ദേഹം ഒരു സമയത്ത് ആത്മീകമായ ദൈവികമായ സ്പിരിച്വൽ കവറിങ്ങും സ്പിരിച്വൽ ആയിട്ടുള്ള നടത്തിപ്പും, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക് വിധേയപ്പെട്ടിരിക്കണം എന്നൊക്കെയുള്ള സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ദൈവസഭയ്ക്കകത്ത് ചുമല് കൊടുത്ത് സ്നേഹത്തോടെ വളരെ ശക്തിയോടെ പ്രവർത്തിച്ച ആ കാലഘട്ടങ്ങളിൽ നിന്നുകൊണ്ട് ഇപ്പോൾ പുള്ളി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. എൻ്റെ അടുത്ത് ആ മനുഷ്യൻ പറഞ്ഞു, എല്ലാം തകർന്നു പാസ്റ്റേ, ബിസിനസ് എല്ലാം നഷ്ടപ്പെട്ടു, ഒത്തിരി പ്രശ്നത്തിലൂടെ പോവുകയാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കണം, ഉറപ്പായിട്ടും പ്രാർത്ഥിക്കണം. ആ മനുഷ്യനെ കർത്താവിൽ തിരിച്ച് റിസ്റ്റോർ ചെയ്യണം, പുനഃസ്ഥാപിക്കണം. പക്ഷേ സ്പിരിച്വൽ കവറിങ്ങിനെ കുറിച്ചോ ദൈവസഭയുടെ അധികാരത്തിനകത്തുനിന്ന് വെളിപ്പെടുന്ന ആത്മീക അനുഗ്രഹത്തെ അഭിവൃദ്ധിയെ കുറിച്ചോ ഞാൻ പ്രസംഗിക്കേണ്ട കാര്യമില്ല. ആ മനുഷ്യന്റെ ലൈഫ് നോക്കിയാൽ മതി. നല്ലവണ്ണം ദൈവസഭയോട് വിധേയപ്പെട്ട് ആത്മീക ആരാധനകളിൽ പങ്കാളിത്തം വഹിച്ച് വിശ്വസ്തയോടെ സ്നേഹത്തോടെ തൻ്റെ നന്മകളിൽ ഒരു നന്മയുടെ ഒരു അംശമൊക്കെ ആലയത്തിന് കൊടുത്ത് സഭയോട് ചേർന്ന് നിന്നപ്പോൾ പുള്ളിക്കുണ്ടായിരുന്ന ഒരു ലൈഫും ഇപ്പോഴത്തെ ലൈഫും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. കൂടുതൽ വചന ശുശ്രൂഷയുടെ ആവശ്യമൊന്നും ഇതിനകത്തില്ല. കൂടുതൽ വചന ശുശ്രൂഷയുടെ ആവശ്യമൊന്നും അതിനകത്തില്ല. ചേർന്നൊരു ആമീൻ പറയാവോ? അലക്സാണ്ടറും റൂഫസും കർത്താവിൽ അനുഗ്രഹീതരാകാൻ പ്രസിദ്ധരാകാനുള്ളതിന്റെ കാരണം തമ്പുരാന്റെ
ക്രൂശ് താങ്ങാൻ അല്പസമയം അവസരം കിട്ടിയ, അതൊരവസരം. ഞാനത് പറഞ്ഞു, അതൊരവസരം. നമ്മൾ ഏതാണ്ട് പണി കിട്ടിയ പോലെ ഇത് ചെയ്യുന്നേ. നമുക്ക് ഇതേതാണ്ട് പണി കിട്ടിയ പോലെ നമ്മൾ ചെയ്യുന്നേ. പക്ഷേ നീ അറിയുന്നില്ല, നിന്നെ തലമുറ തലമുറയായി അനുഗ്രഹിക്കാൻ ദൈവം തന്നൊരു അവസരമാണ് എന്ന്. അതുകൊണ്ട് ആലയത്തിന് വേണ്ടിയും കർത്താവിന്റെ നാമത്തിന് വേണ്ടിയും നിങ്ങൾ കൈത്താങ്ങലുകൾ ചെയ്യുന്നവരാണെങ്കിൽ, ഈ നാട്ടുകാർ പറയുന്ന കേട്ടും ലോക മനുഷ്യൻ പറയുന്ന കേട്ടും യാതൊരു തരത്തിലുള്ളതായ ആത്മീയതയോ ആത്മീയ അനുഭവങ്ങളോ ഇല്ലാത്ത വ്യക്തിത്വങ്ങൾ പഠിപ്പിക്കുന്ന പഠനങ്ങൾ കേട്ടും നിങ്ങൾ തകർന്നു പോകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ക്രൂശ് താങ്ങിയ ശിമയോന്റെ തലമുറയെ അനുഗ്രഹിച്ചെങ്കിൽ, മോശയുടെ കൈ താങ്ങിയ ഹൂരിന്റെ തലമുറയെ ആലയം പണിയാനും ആത്മീയ ശുശ്രൂഷയ്ക്കും ദിവ്യാത്മാവിനാൽ നിറച്ച് ജ്ഞാനത്താൽ നിറച്ച് ആ ഡിവൈൻ വിസ്ഡം കൊടുത്ത് ദൈവം ഉപയോഗിച്ചെങ്കിൽ, നിങ്ങളും നിങ്ങളുടെ കുടുംബവും അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. ചില ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ ചർച്ച എന്ന് പറയുന്നത് അത്ര ആലയത്തിന്റെ പണികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത്രയും പ്രാധാന്യത കൊടുക്കേണ്ട കാര്യമുണ്ടോ? സത്യത്തിൽ ഇതിനോട് ഞാനും യോജിക്കുന്ന ആളായിരുന്നു. നമ്മൾ ഇവിടുന്ന് മാറാൻ തീരുമാനിച്ചതിന്റെ കാരണം സ്ഥലപരിമിതികളും സൗകര്യക്കുറവുകളും ഒക്കെയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ചിന്തിച്ച ആളാണ്. പക്ഷേ ആലയത്തിന് കല്ലിട്ട് കഴിഞ്ഞപ്പോൾ ആ ശുശ്രൂഷയിൽ വന്നവർക്ക് അറിയാം വന്നിറങ്ങിയ ദൈവമഹത്വം. ആലയത്തിന് കല്ലിട്ട് കഴിഞ്ഞപ്പോൾ, അതിന്റെ കാര്യങ്ങളുമായി ചുവട് വെച്ചപ്പോൾ, പാതാള ഗോപുരങ്ങളും പൈശാചിക മേഖലകളും മുഴുവൻ അതിന് വിരോധമായി ഇളകി മറിഞ്ഞു വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഇത് കർത്താവിന്റെ സംവിധാനമാണ്. ഒന്ന് കര അടിച്ച് കർത്താവിന്, ഇത് കർത്താവിന്റെ സംവിധാനമാണ്. അല്ലെങ്കിൽ ഇത്ര എതിർപ്പുണ്ടാകേണ്ട കാര്യം എന്താ? ഇത്ര ഞെരുക്കം ഉണ്ടാകേണ്ട കാര്യം എന്താ? ഇത്ര വെല്ലുവിളി ഉണ്ടാ? 36 കുടുംബങ്ങൾക്ക് നമ്മൾ വീട് വെച്ചു കൊടുത്തില്ലേ? 36 വീടില്ലാത്ത സാധുക്കളെ ഈ മഴക്കാലത്ത് ചോരാത്ത വീട്ടിൽ പാർപ്പിച്ചില്ലേ? ഈ 36 വീട് വെച്ചു കൊടുത്തപ്പോഴും ഒരു യുദ്ധവും ഇല്ലായിരുന്നു. വളരെ ഭംഗിയായിട്ട് അതെല്ലാം നടന്നതിന്റെ താക്കോലും കൊടുത്തു. പക്ഷേ ചർച്ച എന്ന് പറയുന്ന സംവിധാനത്തിൽ തൊട്ടപ്പോ പൈശാചിക ലോകം ഇളകി. എന്താ പറ? അപ്പൊ പ്രാർത്ഥിക്കണ്ടേ? കൂടുതലായി ചേർത്ത് പിടിക്കണ്ടേ? കൂടെ നിൽക്കണ്ടേ? ആവശ്യകതയുണ്ടോ ഇതിന്? ആവശ്യകതയുണ്ടോ? മർക്കോസിന്റെ സുവിശേഷം 14 അധ്യായം അതിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. മർക്കോസ് 14, 12 മുതൽ 16 വരെ വേഗത്തിൽ വായിക്കാം. പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ അവനോട്, നീ പെസഹ കഴിക്കുവാൻ ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് ചോദിച്ചു. അവൻ ശിഷ്യന്മാർ 2 പേരെ അയച്ചു, നഗരത്തിൽ ചെല്ലുവീൻ, അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും. അവന്റെ പിന്നാലെ ചെന്ന് അവൻ കടക്കുന്ന ഇടത്ത് ആ വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിക്കുവാനുള്ള ശാല എവിടെ എന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറയുവീൻ. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക കാണിച്ചു തരും. എല്ലാം ഒന്ന് ശ്രദ്ധിക്കാവോ? കർത്താവിന് തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ പെസഹ ഒരുക്കണം. അതിൻ്റെ ഒരു പ്രധാന ശുശ്രൂഷ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായാൽ, നമ്മുടെ 26 ശുശ്രൂഷയൊക്കെ നിങ്ങൾ കാണുന്നവരാണല്ലോ.
അതുപോലെ ഒന്നിച്ച് കൂടി വന്ന് പെസഹ ആചരിക്കാൻ ഒരു സ്ഥലം വേണം. അപ്പൊ അങ്ങനെ ഒരു സ്ഥലം ഇല്ല, ഇവർക്ക് ഒന്നിച്ചിരിക്കാനൊരു ഇടയില്ല. അപ്പോ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു പോകണം, നഗരത്തിൽ ചെല്ലണം. എവിടെ? സിറ്റിയിൽ തരാം, സിറ്റിക്കകത്ത് നഗരത്തിൽ ചെല്ലണം. അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. ഹല്ലേലൂയ. അവിടെ 13ാമത്തെ വാക്യത്തിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, and there shall meet you a man, not a woman, a man. Yes. Amen. സാധാരണ നിലയിൽ പെള്ളം കോരാൻ പോകുന്ന ആരാ? പറ. നിങ്ങൾ ഇച്ചിരി നല്ല ആധികാരികമായിട്ട് പറയണം കേട്ടോ. ഞാൻ അങ്ങനെ ഇന്ന് കർത്താവ് എന്നെ, പരിശുദ്ധാത്മാവിനെ അങ്ങനെ നിർത്തിയിരിക്കുന്നത് എനിക്കറിയാം. ഈ തണുത്തും തൂങ്ങിയൊക്കെ പറഞ്ഞാൽ ഞാനും പിടിവിട്ട് അങ്ങോട്ടങ്ങ് വരും. പിന്നെ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് നോക്കി ഒന്ന് തിരിച്ചു പറ. ആ സാധാരണ നിലയിൽ വെള്ളം കോരാൻ പോകുന്ന ആരാ? സ്ത്രീകളാണോ? ഉറപ്പല്ലേ? പക്ഷെ കർത്താവ് പറയാണ്, നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ, പട്ടണത്തിലോട്ട് പോകുമ്പോൾ, ഒരു പുരുഷൻ, ഒരാള് ഒരു കുടം വെള്ളവും ചുമന്നുകൊണ്ട് നിങ്ങളുടെ എതിരെ വരും. അത് സംഭവിച്ചില്ല, സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഒരു പ്രവചനം പോലെ പറയുകയാണ്. അങ്ങനെ ശിഷ്യന്മാര് അവിടെ ചെന്നു. 14ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, അവന്റെ പിന്നാലെ ചെന്നു. അവൻ കടക്കുന്നിടത്ത് വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിക്കാനുള്ള ശാല എവിടെ എന്ന് ചോദിക്കുന്നു, ഗുരു ചോദിക്കുന്നു എന്ന് പറയും. ഇപ്പൊ ഇതാരുടെ ആവശ്യമാണ്? ഇതാരുടെ ആവശ്യമാണ്? ഉറക്കെ പറഞ്ഞു, ഇത് ഗുരുവിന്റെ ആവശ്യമാണ്. ഉറക്കെ പറ, ഗുരുവിന്റെ ആവശ്യം. ഇതാരുടെ ആവശ്യമാണ്? ഗുരുവിന്റെ ആവശ്യം. ആരാണ് നമ്മുടെ ഗുരു? ഉറക്കെ പറ, യേശു ക്രിസ്തു. ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ മാസ്റ്റർ. അവനാണ് നമ്മുടെ എല്ലാം. അപ്പം ഇത് ശിഷ്യന്മാരുടെ ആവശ്യമല്ല, ഇത് കർത്താവിന്റെ ആവശ്യമാണ്. അടുത്ത വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്, അവൻ ഒരു കുടുസുമുറി, വൃത്തിഹീനമായി കിടക്കുന്ന, എലിയും പാറ്റയും ഓടുന്ന, കേറിച്ചെന്ന് കണ്ടാൽ കുത്തിയിരിക്കാൻ തോന്നാത്ത ഒരു മുറി നിങ്ങൾക്ക് കാണിച്ചു തരും. അങ്ങനാണോ? പിന്നെ വിരിച്ചൊരുക്കിയ, ഇന്നത്തെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഒരു വൺ സെറ്റപ്പ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. അതെന്തിനാ വൻമാളിക? അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇംഗ്ലീഷിൽ വായിക്കട്ടെ. നമുക്ക് മലയാളം അറിഞ്ഞുകൂടാത്തോണ്ടല്ല, കുറച്ചുകൂടെ നല്ല വാചകങ്ങൾ അതിനകത്ത് കിട്ടും. And he will show you a large upper room furnished and prepared. Furnished and prepared. അങ്ങനെ ഒരെണ്ണം കൊട്ടാരക്കര ഉണ്ടാകണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു? ഒന്ന് കര അടിച്ച് കർത്താവ് അങ്ങനെ ഒരെണ്ണം. Hallelujah. Hallelujah. എന്റെ ചോദ്യം ഇതാണ്, ഇത്രയും അത്ഭുതങ്ങളൊക്കെ കാട്ടിയ കർത്താവിന് ഇത് തന്നെത്താൻ കണ്ടുപിടിച്ച് തന്നെത്താൻ ചെന്ന് ഇത് അറേഞ്ച് ചെയ്ത് നമ്മളൊക്കെ കല്യാണം വിളിക്കുന്ന പോലെ ശിഷ്യന്മാരെ വിളിച്ചാ പോരായിരുന്നോ? പക്ഷെ കർത്താവ് പറഞ്ഞത്, എനിക്ക് പെസഹ ഒരുക്കാനുള്ള ശാല നിങ്ങൾ സെറ്റാക്കണം. തയ്യാറുള്ളവരെന്ന് കരമടിച്ച് കർത്താവ്, ഹേയ്, 10,000 ഒന്നിച്ച് തിരുമേശ എടുക്കത്തക്ക നിലയിൽ, 1000 ഒന്നിച്ച് തിരുമേശ എടുക്കത്തക്ക നിലയിൽ, കർത്താവിന്റെ നാമത്തെ സെലിബ്രേറ്റ് ചെയ്യത്തക്ക നിലയിൽ, ഇത് സ്വർഗത്തിന്റെ ആവശ്യമാണ്, ഇത് ദൈവരാജ്യത്തിന്റെ ആവശ്യമാണ്.
ഈ നമ്മുടെ ഈ പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിൽ ചർച്ച് പണിയാനായിട്ട് നമ്മൾ തുടങ്ങുന്ന സമയത്ത്, പ്രാർത്ഥിക്കുന്ന സമയത്ത്, പുറകെ ഇരിക്കുന്നവർ കേൾക്കാവോ? ഏറ്റവും പുറകിൽ കൈ ഉയർത്തി കാണിക്കാം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഷൽമോനെ, നന്നായിട്ട് നീ കല്യാണം കഴിഞ്ഞപ്പോഴത്തേന് നീയും നന്നായി. അവന് കല്യാണം കഴിഞ്ഞ ആഴ്ചയായിരുന്നു, നല്ലതായിട്ടുണ്ട്. ഒന്ന് കൈ അടിച്ച് അവനെ ഓർത്ത് ദൈവത്തെ സ്തുതി. ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയായിരുന്നു അവന്റെ കല്യാണം. സ്തോത്രം. മോളുണ്ടോ കൂടെ? കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്നെ ശ്രദ്ധിച്ച് കേട്ടോ, എല്ലാരും നോക്കുക മോനെ, നിനക്കിന്ന് ഇവര് സമ്മാനമൊക്കെ തരും. ഞാൻ നോക്കി. ആരാണ്ട് പറയുന്നു അത് മാത്രം പറയരുതെന്ന്. കാരണം ഞങ്ങളതൊന്നും ശീലിച്ചിട്ടില്ല. ഒന്ന് ചേർന്ന രാമീൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ ചർച്ചിന്റെ പണികള് നമ്മൾ ആരംഭിക്കുന്ന സമയത്ത്, ഞാനൊരു രാത്രിയിൽ എൻ്റെ സമയത്തുള്ള നമ്മുടെ മിഡ് നൈറ്റ് പ്രയറിൽ ഇരിക്കുമ്പോൾ കർത്താവ് എന്നോട് ഒരു വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ശരിക്കും പറഞ്ഞാൽ ആ വേർഡ് എന്നെ അങ്ങ് ഉടച്ചെന്ന് പറഞ്ഞാൽ എന്നിൽ ആവേശം ഉണ്ടാക്കി, എന്നിൽ ഉത്സാഹം ഉണ്ടാക്കി, എന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ഉടച്ച വാക്യം. ഞാനും ശരിക്കും പറഞ്ഞാൽ നേരത്തെയൊക്കെ ഇതിനെ ഒരു സാധാരണ കാര്യമായി മാത്രം കണ്ടിരുന്ന ആളാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈ ജെറുസലേം ദേവാലയം പോലൊരു സംഭവം അല്ലിത്. ഇതൊരു ഹോള്, ജനത്തിന് ദൈവത്തെ വന്നിരുന്ന് ആരാധിക്കാനുള്ള ഒരു സ്ഥലം. ആലയം പണിയുന്നു, ചർച്ച് പണിയുന്നു എന്നൊക്കെ പറയുമ്പം പണ്ടത്തെ സമാഗമന കൂടാരം പോലെ ഒന്നും കണ്ടേക്കരുത് അതിനെ. ശ്രദ്ധിക്കുന്നുണ്ടോ എന്നെ? ഹല്ലേലൂയ. പക്ഷെ അത് ദൈവരാജ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, അല്ലേ? 2 ശമൂവേലിന്റെ പുസ്തകം ഞാൻ വായിക്കുമ്പോൾ അന്ന് നിങ്ങൾക്ക് കഴിയുകയാണെങ്കിലേ അതൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കുന്നല്ല. അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും അതിൻ്റെ 2-ാമത്തെ വാക്യവും 3-4 ഭാഗങ്ങളൊക്കെ ഭയങ്കരമാണ് കേട്ടോ. അത് ഒന്ന് ഉറക്കെ വായിക്കാവോ? യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി രാജാവിന് സ്വസ്ഥത നൽകിയ ശേഷം രാജാവ് തന്റെ അരമനയിൽ വസിക്കും കാലത്ത്, ദാവീദ് രാജാവ് തന്റെ അരമനയിൽ വസിക്കുന്ന കാലത്ത്, ഒരിക്കൽ രാജാവ് നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, ദൈവത്തിന്റെ പെട്ടകമോ തിരശ്ശീലയ്ക്കകത്ത്. ഇത് രാജാവിന്റെ സങ്കടമാണ്. രാജാവ് പറയാണ്, ഞാൻ നല്ല വീട്ടിൽ താമസിക്കുന്നു, ദൈവം എനിക്ക് വേണ്ടതെല്ലാം നൽകിയിരിക്കുന്നു, പക്ഷെ എൻ്റെ ദൈവത്തിന്റെ പെട്ടകം തിരശ്ശീലകൾക്കകത്ത് യോഗ്യമല്ലാത്ത ഒരിടത്തിരിക്കുന്നു. അതിനുവേണ്ടി യോഗ്യമായ ഒരിടം ഉണ്ടാകണം, ജനത്തിന് ഒന്നിച്ചു വന്ന് അവന്റെ നാമത്തെ ഉയർത്തുവാൻ, ആരാധിക്കുവാൻ. 4-ാമത്തെ വാക്യത്തിൽ അന്ന് രാത്രിയിൽ നാഥാൻ പ്രവാചകനോട് ദൈവം ഇടപെടുകയാണ്. എൻ്റെ ദാസനായ ദാവീദിനോട് നീ ചെന്ന് പറക, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ അധിവസിക്കേണ്ടതിന് നീ എനിക്കൊരാലയം പണിയുമോ? ഞാൻ അധിവസിക്കേണ്ടതിന് നീ എനിക്കൊരാലയം പണിയുമോ? ഞാൻ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്ന് വരെയും ഞാനൊരാലയത്തിൽ അധിവസിക്കാതെ കൂടാരത്തിലും നിവാസത്തിലുമല്ലോ സഞ്ചരിച്ചു വരുന്നത്. ഇത് ദാവീദ് പറഞ്ഞതല്ല, ഇത് നാഥാൻ പ്രവാചകൻ പറഞ്ഞതല്ല, ഇത് യഹോവയുടെ അരുളപ്പാടാണ്. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചോട്ടെ, അപ്പൊ ദൈവം ഇതിന് പ്രാധാന്യം കൊടുക്കുന്നില്ലേ? പറഞ്ഞേ, കൊടുക്കുന്നില്ലേ? പക്ഷെ ഇതിനകത്ത് എവിടെയാണെന്ന് അറിയാം പാസ്റ്റേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്, ഈ ഓൺലൈനിൽ കാണുന്നവരെല്ലാം സഹകരിക്കേണ്ടത്? ഹഗായിയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ദൈവം തമ്പുരാൻ പറയുകയാണ്, ഹഗായി 1:8,
നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആലയം പണിവീൻ, ഞാനതിൽ പ്രസാദിച്ച് മഹത്വപ്പെടുമെന്ന് യഹോവ കൽപ്പിക്കുന്നു. അപ്പോ മലയിൽ പോകേണ്ടതും മരം കൊണ്ടുവരേണ്ടതും ഇതിനു വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതും നാം ഓരോരുത്തരുമാണ്, അല്ലേ? മനുഷ്യരോടല്ലേ ദൈവം അത് പറഞ്ഞിരിക്കുന്നത്? പക്ഷേ ഞാനതിൽ പ്രസാദിച്ച് മഹത്വപ്പെടും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവിന് ഇതിനകത്ത് ഇച്ചിരി പ്രാധാന്യത ഉണ്ടായിരുന്നത് കൊണ്ടാണ് യോഹന്നാൻ 2:17 എഴുതിയിരിക്കുന്നത്, ആലയത്തെക്കുറിച്ചുള്ള എരിവ് അവനെ തിന്നുകളഞ്ഞു എന്നൊക്കെ. അവൻ പതിവ് പോലെ ദേവാലയത്തിൽ ചെന്നു എന്ന് ലൂക്കോസ് 4:16 എഴുതിയിട്ടുണ്ട്. അപ്പോ അന്നത്തെ കാലത്തും യേശുവിൻ്റെ കാലത്തും കണ്ടോ, അവൻ വളർന്ന നസ്രയത്തിൽ വന്നു, ശബത്തിൽ അവൻ പതിവ് പോലെ പള്ളിയിൽ ചെന്നു. അന്നത്തെ കാലത്തും ജനത്തിന് ഒന്നിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരിടവും സംവിധാനവും ഉണ്ടായിരുന്നു. യേശു അവിടെ പോകുമായിരുന്നു. എത്ര പേര് ആമീൻ പറയും? അപ്പൊ അതുകൊണ്ട് ഇത് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. ബൈബിൾ ഇതിനെ ഒരിക്കലും തിരസ്കരിക്കുന്നില്ല, നമ്മെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഈ പ്രവൃത്തിക്ക് വേണ്ടി ബൈബിളും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, എൻകറേജ് ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഓൺലൈനിൽ ഞങ്ങളെ കാണുന്നവർ, സഭയിലുള്ള വിശ്വാസികൾക്കൊക്കെ നമുക്ക് ഹഗായിയുടെ കാലത്ത് മരവും തടിയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. നമുക്കെന്ത് ചെയ്യാൻ കഴിയും കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി? നിങ്ങൾ തീരുമാനിക്കുക. ഈ ദിവസങ്ങളിൽ തന്നെ തീരുമാനിക്കുക. നിങ്ങളതിൽ സഹകരിക്കുക, നിങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു സമയം വരുന്നു, കർത്താവിൻ്റെ വരവ് വൈകുന്നെങ്കിൽ ദൈവം നമ്മളെ അനുവദിക്കുന്ന പക്ഷം ആ വാഗ്ദത്തം നിറവേറുമ്പോൾ, 10,000 അവിടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, നിങ്ങൾക്കും പറയാം, നിങ്ങൾക്കും ദൈവസന്നിധിയിൽ പറയാം, ഞാൻ ചുമ്മാ ഇതിനകത്ത് വന്ന് കൊണ്ട് മാത്രം വാചകം അടിച്ചു പോയ ആളല്ല, ചുമ്മാ കൈപൊക്കിയിട്ട് പോയ ആളല്ല. കർത്താവെ, എന്നാൽ കഴിയുന്നത് ഈ ആലയത്തിന് വേണ്ടി ഞാനും ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. ഒന്ന് കൈകൾ ഉയർത്തിപ്പിടിക്കാവോ? കൈകളൊന്ന് ഉയർത്തിപ്പിടിക്കാവോ? Is Alive Global Worship Center USA presents Prophetic and Deliverance Breakthrough Night. Thank you Lord Jesus. പാസ്റ്റർമാരെല്ലാം ഒന്ന് സ്റ്റേജിൽ വന്നേ, വർഷിപ്പ് ടീം എല്ലാം ഒന്ന് വന്ന്, എല്ലാവരും ഒന്ന് കൈ ഓർത്ത് പിടിച്ച്. കർത്താവേ, ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ കൂട്ടത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ. ദാവീദ് പറയുന്നുണ്ട്, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് മഹത്വം ഉണ്ടാകണം. Thank you Holy Spirit. Thank you Lord Jesus. കലത്തിലെ മാവ് കുറയാതെ, കലശത്തിലെ എണ്ണ തീരാതെ എന്നെ അനുഗ്രഹിക്കുന്ന കർത്താവിന് ഞാൻ നന്ദി പറയുകയാണ്. ഓ റബ ശാന്തല വൈഡബർതഗര ഗജല ധർമ്മധനസ് റട്ടബർതഗന ഗജരസ്. ഈ പ്രവാചകനായ ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ ഇവിടുന്ന് എഴുന്നേറ്റ് സരാഫത്തിലേക്ക് ചെല്ലുക, അവിടെ നിന്നെ കരുതേണ്ടതിന് ഞാൻ വരുമെന്നല്ല, അവിടെ നിന്നെ കരുതേണ്ടതിന് ഞാനൊരു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. ഞാനൊരു സഹോദരിയോട് അത് സംസാരിച്ചിരിക്കുന്നു. അവിടെ ഞാൻ വന്ന് നിനക്ക് തരുമെന്നല്ല പറഞ്ഞത്, ഞാൻ നിനക്ക് ഡയറക്റ്റായി കാക്കയെ അയച്ചു തന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ അവിടെ നിന്നെ കരുതാൻ ഞാനൊരു വ്യക്തിയോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഏലിയാവ് അവിടെ ചെല്ലുമ്പോൾ കണ്ടത്, പരിചയപ്പെട്ടത് അങ്ങനെ ഒരാളെ അല്ല. താൻ കേട്ട വാഗ്ദത്തത്തിന്, താൻ കേട്ട പ്രോമിസിന് എതിരായ, ഒട്ടും യോജിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമുള്ള ഒരു വ്യക്തിയാണ് ഏലിയാവ് കാണുന്നത്. പക്ഷെ വാഗ്ദത്തം ഉണ്ടെങ്കിൽ സാഹചര്യത്തെ തിരിക്കുന്നത്. വാഗ്ദത്തം ഉണ്ടെങ്കിൽ അതിനെ ദൈവം തിരിക്കും.
Oh Jesus. ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. അവരുടെ തീരുമാനത്തെ ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. ലൈഫിനെ ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുക. കരുതണമേ നിന്റെ ജനത്തെ, കരുതണമേ നിന്റെ ജനത്തെ, കരുതണമേ. ഓൺലൈനിൽ ഞങ്ങളെ കാണുന്നവരെല്ലാം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിന്റെ ആവശ്യത്തിന്റെ നടുവിൽ ഒന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. Thank you, Holy Spirit. കർത്താവേ, കേവലം ഒരു തീരുമാനമാകാതെ നിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന, നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച, നിന്റെ സന്നിധിയിൽ പ്ലഡ് ചെയ്ത ഈ മക്കൾ സത്യസന്ധതയോടെ അത് നിവർത്തിക്കുവാനുള്ളത് നിന്റെ കരത്താൽ അവർ മേളിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്ലസ് ചെയ്യുന്നു, ബ്ലസ് ചെയ്യുന്നു, ബ്ലസ് ചെയ്യുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്യുന്നു. അടിയൻ അവരെ അനുഗ്രഹിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. നമുക്ക് പ്രാർത്ഥനയോടെ ഒന്ന് ഇരിക്കാം. ഞാൻ വളരെ ആഴമായ നിലയിൽ കർത്താവിന്റെ സാന്നിധ്യം ഈ ചർച്ചിനകത്ത് അനുഭവിക്കുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, തോളോട് തോൾ ചേർന്ന് നിന്ന് ഒറ്റ ദർശനത്തിൽ, ഒറ്റ അഭിപ്രായത്തിൽ, ഒറ്റ കാഴ്ചപ്പാടിൽ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി കർത്താവ് നമ്മളെ ഉപയോഗിക്കട്ടെ. കൈകളടിച്ച് കർത്താവിന് നന്ദി പറയാം.